So the next type of derived lipid we have to learn is terpene. Terpene എന്ന് പറയുന്നത് they are also a non-saponifiable lipid. Like നമ്മൾ സ്റ്റിറോയിഡ് കണ്ട പോലെ തന്നെ terpene ഒരു non-saponifiable lipid ആണ്. എന്താണ് non-saponifiable എന്ന് പറഞ്ഞിരുന്നു? Because they cannot undergo saponification reaction since they do not have any free fatty acids. Fatty acids ആണ് saponification reaction undergo ചെയ്യുക. അപ്പോൾ ഈ class of lipids fatty acid ഇല്ലാത്തത് കൊണ്ട് തന്നെ they cannot undergo saponification reaction, hence they are non-saponifiable lipid. ഇനി terpenes-ന്റെ കാര്യം പറഞ്ഞാൽ അവർ പ്ലാന്റ്സിലാണ് കാണാറ് ഉള്ളത് and are many hydrocarbons known as terpenes. ഒരു ഗ്രൂപ്പ് ഓഫ് ഹൈഡ്രോകാർബൺസ് ആണ് terpenes എന്ന് അറിയപ്പെടുക. അപ്പോൾ അവർ പ്ലാന്റ് ഒറിജിൻ ആണ് അതിന്റെ പേര് വന്നിരിക്കുന്നത് terpentine എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്നാണ് terpene എന്ന് പറയുന്ന പേര് വന്നിരിക്കുന്നത്. ഇനി ഈ ഹൈഡ്രോകാർബൺസും അതായത് terpeneും അവരുടെ ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ്സും ആണ് ഈ ക്ലാസ് ഈ terpene എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്നത്. ഇനി ഇതിനെല്ലാം ലെസ് ദാൻ 40 കാർബൺ ആറ്റംസ് ആണ് ഈ പറയുന്ന terpene എന്ന് പറയുന്ന കോമ്പൗണ്ട്സിൽ ഉണ്ടാവുക. സിംപ്ലസ്റ്റ് terpenes മോണോ terpenes ആണ്. അതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് C10H16 ആണ് മോണോ terpene എന്ന് പറയുന്നത്. ഇനി ഡൈടെർപ്പീൻ എന്ന് പറയുന്നത് C20 and H32. നമുക്കറിയാം C10 എന്ന് പറയുമ്പോൾ മോണോ ആണെങ്കിൽ ഡൈ എന്ന് പറയുമ്പോൾ C20 ആയിരിക്കുമല്ലോ. ദെൻ ട്രൈടെർപ്പിൻ ആവുമ്പം C30H48 ആണ്. അതുപോലെ വേറൊരു കോമ്പൗണ്ടും കൂടെ ഉണ്ട് സെസ്ക്വിടെർപ്പിൻ. സെസ്ക്വി എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അപ്പോൾ ഒന്നെന്ന് പറയുമ്പം 10 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഹാഫ് എത്രയാ വരിക? 5 അല്ലേ? അപ്പോൾ C15 ആയിരിക്കും സെസ്ക്വി എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്കാണ്. അത് ശരിയാണ്. C15H24 ആണ് സെസ്ക്വിടെർപ്പിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, ജനറൽ ഫോർമുല. ട്രൈടെർപ്പിൻ പറഞ്ഞു. ഇനി terpenes with 40 carbon atoms or tetraterpene include compounds called carotenoids. Carotenoids fall ചെയ്യുന്ന കാറ്റഗറിയാണ് tetraterpene എന്ന് വിളിക്കുന്നത്. ഇനി എല്ലാ ടെർപ്പീൻസും ഐസോപ്രിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ യൂണിറ്റ്സ് ആണ്. ഐസോപ്രിൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഐസോപ്രിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഐസോപ്രിൻ കെമിക്കലി 2-methyl-1,3-butadiene എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. അപ്പോൾ എന്തുകൊണ്ട് അതിന്റെ പേര് എങ്ങനെ വന്നേ? 2 സെക്കൻഡ് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 2-methyl, then 1,3-butadiene. അപ്പം ഫസ്റ്റ് കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ദെൻ തേർഡ് പൊസിഷനിലും ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ 2 ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് ഡൈൻ ആണ്. പിന്നെ ബ്യൂട്ട എന്ന് പറയുന്ന പ്രിഫിക്സ് എന്തുകൊണ്ടാണ് വന്നേ? 4 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ബ്യൂട്ട. സോ 2-methyl-1,3-butadiene എന്ന് പറയുന്നതാണ് ഒരു ഐസോപ്രിൻ യൂണിറ്റ്. അപ്പോൾ ഒരു ഐസോപ്രിൻ യൂണിറ്റിൽ ടോട്ടൽ 5 കാർബൺ ആണുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മോണോ ടെർപ്പീനിൽ C10 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ മോണോ ടെർപ്പീനിൽ 2 ഐസോപ്രിൻ യൂണിറ്റ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിച്ച, അതായത് ഈ ഐസോപ്രിൻ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ഐസോപ്രിൻ ആണ് ടെർപ്പീൻസിനെ കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് വാലക് എന്ന് പറയുന്ന ഒരു നോബൽ ലോറിയേറ്റ് ആണ്. He was first to point out in 1887 that nearly all terpenoids are made of varying number of repetitive units called isoprene units. അപ്പോൾ terpene isoprene units കൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് വാലക് ആണ്. അദ്ദേഹം അത് ഐസോപ്രിൻ റൂൾ എന്ന ഒരു റൂളായിട്ടാണ് പോസ്റ്റുലേറ്റ് ചെയ്തിരിക്കുന്നത്. Later came to be known as isoprene rule. Structurally, isoprene is a 5-carbon diene. The carbon skeleton of open chain monoterpenoids and sesquiterpenoids are. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മോണോടെർപ്പിനോയിഡ് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? 2 ഐസോപ്രിൻ യൂണിറ്റ്സ് വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു മോണോടെർപ്പിനോയിഡ് എന്ന് പറയുന്നത്. സെസ്ക്വിടെർപ്പിനോയിഡ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു ടെർപ്പിനോയിഡിൽ 5 കാർബൺ ആറ്റം ഉണ്ട്. സോ സെസ്ക്വി വരണമെങ്കിൽ എന്ത് ചെയ്യണം? 3 ഐസോപ്രിൻ യൂണിറ്റ്സ് ആയിരിക്കണം പോളിമറൈസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മോണോടെർപ്പിനോയിഡിൽ 2 ഐസോപ്രിൻ യൂണിറ്റ്സ് ആണ് ഉണ്ടാവുക. സെസ്ക്വിടെർപ്പിനോയിഡിൽ 3 ഐസോപ്രിൻ യൂണിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈവൻ നോട്ട് ഓൺലി പ്രസൻസ് ഓഫ് ഐസോപ്രിൻ യൂണിറ്റ്സ് ബട്ട് ദർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഇസ് ഫൗണ്ട് ടു ബി പ്രസന്റ് ഇൻ ഓൾ ടെർപ്പിനോയിഡ്സ്. ടെർപ്പിനോയിഡ്സ് എങ്ങനെയാണ് ഈ ഐസോപ്രിൻ യൂണിറ്റ്സ് ലിങ്ക് ചെയ്ത് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു റൂളാണ് അടുത്ത് പറഞ്ഞിരിക്കുക. ദാറ്റ് ഇസ് നോൺ as special isoprene rule, according to which isoprene units in terpenoids are usually joined in head to tail
ലിങ്കേജസ് ഓർ 1,4 ലിങ്കേജസ്. അപ്പോൾ ഈ ടെർപ്പിൻ ഫോം ചെയ്യാനായിട്ട് ഐസോപ്രിൻ യൂണിറ്റ്സ് ഒരു പ്രത്യേക തരം ലിങ്കേജിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ലിങ്ക്ഡ് ആയി വരുമ്പോഴാണ് ഒരു ടെർപ്പിൻ ഫോം ചെയ്യുന്നതെന്നാണ് സ്പെഷ്യൽ ഐസോപ്രിൻ റൂൾ പറഞ്ഞേക്കുക. ഇനി അത് എന്ത് ലിങ്കേജ് ആണ്? 1,4 ലിങ്കേജ് ആണ്. എന്തുകൊണ്ടാണ് 1,4 ലിങ്കേജ് എന്ന് പറയാം? അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, ഈ മോണോടെർപ്പിനോയിഡിനെ നോക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഫസ്റ്റ് ഈ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റീജിയനെയാണ് ഹെഡ് റീജിയൻ എന്ന് വിളിക്കുക. ബാക്കി പുറകോട്ട് വരുന്നതിനെ ടെയിൽ എന്നാണ് വിളിക്കുക. അപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തിനെ ഹെഡ് എന്ന് വിളിക്കും, ബാക്കിയുള്ളത് ടെയിലാണ്. അപ്പോൾ ടെയിൽ വരുമ്പോൾ 4th കാർബൺ ആണ്. ആ 4th കാർബൺ അടുത്ത ഐസോപ്രിൻ യൂണിറ്റിന്റെ ഹെഡ് ഭാഗത്ത് അവിടെ ആയിരിക്കില്ല ഫസ്റ്റ് കാർബൺ, അങ്ങനത്തെ അതുമായിട്ടായിരിക്കും ലിങ്ക് ചെയ്തിരിക്കുക. അതിനെയാണ് 1,4 ലിങ്കേജ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഐസോപ്രിൻ യൂണിറ്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് ടെർപീൻസ് ഫോം ചെയ്തിരിക്കുക എന്നുള്ളതായിരുന്നു ഐസോപ്രിൻ റൂൾ പറഞ്ഞത്. ഇനി ഏത് ഫാഷനിലാണ് അവർ ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സ്പെഷ്യൽ ഐസോപ്രിൻ റൂൾ പറയുന്നത്. സ്പെഷ്യൽ ഐസോപ്രിൻ റൂൾ അനുസരിച്ച് 1,4 ലിങ്കേജസ് വഴി ഐസോപ്രിൻ യൂണിറ്റ്സ് ലിങ്ക്ഡ് ആവുമ്പോഴാണ് ടെർപീൻസ് ഫോം ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുക. ഇനി ഇതിൽ ഈ പറയുന്ന ലിങ്കേജ് 1,4 ലിങ്കേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1,4 ലിങ്കേജിനും എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ ചില ടെർപീൻസ് ലൈക്ക് ക്രിപ്റ്റോൺ, അതുപോലെ ലാവൻഡുലോൾ എന്ന് പറയുന്ന ഈ രണ്ട് ടെർപീൻസും അവർക്ക് ഈ പറഞ്ഞ റൂളിൽ നിന്ന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഏത് റൂളിൽ നിന്നാണ്? സ്പെഷ്യൽ ഐസോപ്രിൻ റൂളിൽ നിന്ന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ക്രിപ്റ്റോൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ടെർപ്പിനോയിഡ് ആണ്. അതിന് 9 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു മോണോടെർപ്പീന് 10 ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇൻ ദിസ് കേസ് ഇറ്റ് ഹാസ് ഓൺലി 9 കാർബൺ ആറ്റം ഇൻസ്റ്റെഡ് ഓഫ് 10. ആൻഡ് ഇൻ ലാവൻഡുലോൾ എന്താണ്? 2 isoprene units are not joined head to tail manner, and in carotenoids 2 halves each with 4 isoprene units are linked with each other by tail to tail at the center. അപ്പോൾ 3 കോമ്പൗണ്ട്സിൽ 3 ടെർപീൻസിലുള്ള എക്സെപ്ഷനാണ് പറഞ്ഞത്. ഒന്ന് ക്രിപ്റ്റോണിന്റെ കാര്യം, ക്രിപ്റ്റോണിന് 9 കാർബൺസ് ആണുള്ളത്. അതേപോലെ ഈ ലാവൻഡുലോൾ എന്ന് പറയുന്ന ഈ ടെർപീനിന് ഉള്ള വ്യത്യാസം, ഇവിടെ 2 ഐസോപ്രിൻ യൂണിറ്റ്സ് ടെയിൽ ടു ടെയിലാണ് ലിങ്ക് ചെയ്തിരിക്കുക, ഹെഡ് ടു ടെയിൽ അല്ല. അതേപോലെ കരോട്ടനോയിഡ്സിൽ 2 ഹാഫ്സ് ഉണ്ടെങ്കിലും ഓരോ ഹാഫിനും 4 ഐസോപ്രിൻ യൂണിറ്റ്സ് ആണ് ഉണ്ടാവുക. അത് ലിങ്ക് ചെയ്തിരിക്കുന്നത് ടെയിൽ ടു ടെയിൽ ലിങ്കേജ് വഴിയാണ് സെന്ററിൽ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പ് ഓഫ് ടെർപീൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്ന് മോണോടെർപ്പിൻ ആൻഡ് സെസ്ക്വിടെർപ്പിൻ. മോണോടെർപ്പിനും സെസ്ക്വിടെർപ്പിനും വരുന്നത് കൂടുതലും എസെൻഷ്യൽ ഓയിൽസിന്റെ കോമ്പോണൻസ് ആയിട്ടാണ്. എന്താ എസെൻഷ്യൽ ഓയിൽ? നമ്മളിപ്പം ലെമൺ എസെൻഷ്യൽ ഓയിൽ, ഓറഞ്ചിന്റെ എസെൻഷ്യൽ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പെർഫ്യൂംസ് ഉണ്ടാക്കാനും അതുപോലെ നമ്മുടെ റൂം ഫ്രഷ്നേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ഓയിൽസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ആ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ആ എസെൻഷ്യൽ ഓയിൽസ് അവരെന്താണ് അവരുടെ പ്രത്യേകത? ദേ ആർ വോളറ്റൈൽ അല്ലേ? അവരെല്ലാം സ്റ്റീം വോളറ്റൈൽ ആയിരിക്കും. അപ്പോൾ C10 and C15 ടെർപീൻസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ ടെർപീൻസ് ആണ് എസെൻഷ്യൽ ഓയിൽസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ആൻഡ് their oxygenated derivatives occur as components of essential oils. ഈ പറയുന്ന C10 and C15 ടെർപീൻസും അതുപോലെ തന്നെ അവരുടെ ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ്സും ആണ് കോമ്പണൻസ് ഓഫ് എസെൻഷ്യൽ ഓയിൽസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഇനി അതെന്തിനാ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു, പെർഫ്യൂംസിൽ ഉപയോഗിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണോടെർപീൻസ് ആണ് മിർസീൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബേ ലീവ്സ് ഇല്ലേ, രംഭേല എന്നൊക്കെ പറയും, ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യുന്ന ബേ ലീവ്. അപ്പോൾ ആ ബേ ലീവിലുള്ള എസെൻഷ്യൽ ഓയിലാണ് മിർസീൻ എന്ന് പറയുന്നത്. പിന്നെ ജെറാനിയോൾ, അത് റോസ് ഓയിൽ നിന്നാണ്. അതൊക്കെ സാധാരണ പെർഫ്യൂമിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ട്. ലിമണീൻ കൂടുതലും റൂം ഫ്രഷ്നേഴ്സ്, കാറിൽ വെക്കുന്ന പെർഫ്യൂംസ്, അതിൻ്റെ അകത്തൊക്കെ ലിമണീൻ ഉണ്ടാവാറുണ്ട്. ലെമൺ ഓയിൽ ആൻഡ് മെന്തോളിനെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ. പെപ്പർമിന്റ് ഓയിലാണ് മിന്റിന്റെ ആ ഫ്രേഗ്രൻസ് വരുന്ന, നമ്മുടെ പോളോ ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്മെല്ല്, അതാണ് പെപ്പർമിന്റ് ഓയിൽ. അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് മെന്തോൾ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മോണോടെർപീൻസ്. അവർ എസെൻഷ്യൽ ഓയിൽസിന്റെ കോമ്പണൻസ് ആണ്. ഇനി
Sesquiterpene farnesol is widely distributed but is present in essential oils in small amount. ഒരു സെസ്ക്യൂട്ടർപ്പിൻ ആണ് ഈ പറയുന്ന ഫാർനസോൾ എന്ന് പറയുന്നത്. അത് ഒരു എസെൻഷ്യൽ ഓയിലിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്, ബട്ട് റെയർ ആയിട്ടായിരിക്കും അത് നേച്ചറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞേക്കാം. ഇനി ഡൈറ്റർപ്പീൻസ് ആണ്. ഡൈറ്റർപ്പീൻസ് എന്ന് പറയുന്നത് ദേ ആർ സബ്സ്റ്റൻസ് ഓഫ് റെസിൻസ് ആൻഡ് ബോൾസംസ്. റെസിൻസ് എന്താണെന്ന് അറിയായിരിക്കുമല്ലോ, ഈ പ്ലാന്റ്സ് എന്നൊക്കെ വരുന്ന കറകളില്ലേ, അതാണ് റെസിൻസ് കൊണ്ട് ഉദ്ദേശിക്കുക. രണ്ട് റെസിൻ ആസിഡ്സ് ആണ്, അബിയറ്റിക് ആൻഡ് സാപ്പിയറ്റിക്. ദേ ആർ ബെസ്റ്റ് നോൺ ട്രൈസൈക്ലിക് ഡൈറ്റർപ്പീൻസ്. അപ്പം പോപ്പുലർ ആയിട്ടുള്ള ട്രൈസൈക്ലിക് ഡൈറ്റർപ്പീൻസിന് എക്സാമ്പിൾ ആണ് ഈ രണ്ട് പറഞ്ഞേക്കുന്നത്, സാപ്പിയറ്റിക് ആൻഡ് അബിയറ്റിക് എന്ന് പറഞ്ഞേക്കുക. അവരുടെ പ്രത്യേകത അവർ ട്രൈസൈക്ലിക് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രൈസൈക്ലിക് എന്ന് പറയുന്നത്? ഇതാണ് അവരുടെ സ്ട്രക്ചർ. അവരിൽ 3 സൈക്ലിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ട്രൈസൈക്ലിക് ഡൈറ്റർപ്പീൻസ് എന്ന് വിളിക്കുക. ഇനി വൈറ്റമിൻ A1, വൈറ്റമിൻ A2 എന്താണ്? നമ്മൾ റെറ്റിനോൾ എന്ന് പറയുന്ന കോമ്പണന്റ് അല്ലേ, വൈറ്റമിൻ A1 and vitamin A2 and their aldehydes called retinins are important monocyclic derivatives of diterpenes. ഇനി വേറെ എക്സാമ്പിൾ ആണ് ഫൈറ്റോൾ. നമ്മളെപ്പോഴും കേൾക്കുന്ന ഈ ചായയുടെ ഒക്കെ കാര്യത്തിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഫൈറ്റോളിൻ്റെ ഫോമുല ഇവിടെ തന്നിട്ടുണ്ട്, C20H4O. ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഓക്സിജൻ വരുന്നതുകൊണ്ട് നമുക്ക് പറയാം അവർ ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ടെർപ്പിൻ്റെ ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ്സും ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഫൈറ്റോൾ ഒരു ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ടെർപ്പിൻ ആണ്. ബോയിലിംഗ് പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 145°C. ഈസ് ആൻ acyclic diterpene and is obtained from the hydrolysis of chlorophyll. ക്ലോറോഫിലിൻ്റെ ഹൈഡ്രോളിസിസ് വഴി കിട്ടുന്നതാണ് ഫൈറ്റോൾ എന്ന് പറയുന്നത്. അത് acyclic diterpene ആണ്. സൈക്ലിക് ആയിട്ടുള്ള പാർട്സ് ഒന്നും അതിന് ഇല്ല. ഇറ്റ് വാസ് ഐസൊലേറ്റഡ് ഫ്രം നെറ്റിൽ. നെറ്റിൽ എന്താണ്? നമ്മുടെ ചൊറിയണം എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. പോൾ കാരർ and et al. In 1943, phytol molecule has 2 chiral centers, 7 and 11. 7th പൊസിഷനിലും 11th പൊസിഷനിലും 2 asymmetric ആയിട്ടുള്ള അല്ലെങ്കിൽ chiral centers ഫൈറ്റോളിൽ പ്രസന്റ് ആണ്. നാച്ചുറൽ ഫൈറ്റോൾ is very weakly dextrorotatory. അപ്പോൾ asymmetric center ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് എന്ത് കാണിക്കും? ഓപ്റ്റിക്കൽ റൊട്ടേഷൻ കാണിക്കും. ഇനി അത് വീക്ക്ലി ഡെക്സ്ട്രോ ആണെന്ന്. ഡെക്സ്ട്രോ എന്ന് പറയുമ്പോൾ എന്താ? റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യും, ബട്ട് ദേ ആർ വീക്ക് ഇൻ ദെയർ ആക്ഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ട്രൈടെർപ്പിൻ, നമ്മളിപ്പം മോണോ, സെസ്ക്വി, ഡൈടെർപ്പിൻ കണ്ടു. ഇനി ട്രൈടെർപ്പിൻ ആണ്. ട്രൈടെർപ്പിൻ ദേ ആർ നോട്ട് വൈഡ് സ്പ്രെഡ് ഇൻ നേച്ചർ ബട്ട് ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ ദാറ്റ് സം ഓഫ് ദം ആർ ഇന്റർമീഡിയറ്റ്സ് ഇൻ ബയോസിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ. ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ ബയോസിന്തസിസിന് ഇവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ദേ ആർ ഇന്റർമീഡിയറ്റ്സ് in synthesis of cholesterol. 2 such compounds are a tetracyclic alcohol, lanossterol. Lanossterol നമ്മൾ സ്റ്റീറോയിഡ്സിൻ്റെ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ആ ഒരു കോപ്രോസ്റ്റീനോൾ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ലാമ്പിൻ്റെ വൂളിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് ലാനോസ്റ്റീറോൾ. ആൻഡ് ആൻ എസൈക്ലിക് ഹൈഡ്രോകാർബൺ സ്ക്വാലിൻ. സ്ക്വാലിൻ്റെ കാര്യം നമ്മൾ ജനറൽ അക്കൗണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ഷാർക്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു ലിപ്പിഡാണ് സ്ക്വാലിൻ എന്ന് പറയുന്നത്. സ്ക്വാലിൻ്റെ ഫോമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്, C30H50. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 240 to 242°C ആണ്. ഇറ്റ് വാസ് ഐസൊലേറ്റഡ് ഫ്രം ദ ലിവർ ഓഫ് ഷാർക്സ്. സ്ക്വാലസ് എന്ന് പറയുന്ന ജീനസിലുള്ള ഷാർക്സിന്റെ ലിവറിൽ നിന്നാണ് ആദ്യമേ ഐസൊലേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അതിന് പേര് വന്നത്. ഒലിവ് ഓയിൽ ആൻഡ് സെവറൽ അതർ വെജിറ്റബിൾ ഓയിൽ ആർ അതർ സോഴ്സസ്. അപ്പോൾ ഒലിവ് ഓയിലും ബാക്കിയുള്ള വെജിറ്റബിൾ ഓയിൽസിലും ഈ പറയുന്ന ട്രൈടെർപ്പീൻസ് കാണാറുണ്ട്. പിന്നെ ലീവ്സിലും അത് ഡിറ്റക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈച്ച് സ്ക്വാലിൻ മോളിക്യൂൾ ഹാസ് 6 ഡബിൾ ബോണ്ട്. ഇതാണ് സ്ക്വാലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ 6 ഡബിൾ ബോണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1, 2, 3, 4, 5 and 6. യെസ്. ദെൻ ഡബിൾ ബോണ്ട് സിസ്റ്റം ഇസ് ഓഫ് നോൺ കോൺജുഗേറ്റഡ് ടൈപ്പ്. ഇവിടെ ഓൾട്ടർനേറ്റീവ് ആണോ? അല്ല. അതുകൊണ്ട് ഓൾട്ടർനേറ്റഡ് അല്ല ഡബിൾ ബോൺസ് പ്രസന്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു നോൺ കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് ആർ ആബ്സെന്റ് ഫ്രം ദ മോളിക്യൂൾ. Now we'll see about polyterpene. Polyterpene എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത്രയും നേരം നമ്മൾ ഡൈ, ട്രൈ, മോണോ എന്നൊക്കെ പറഞ്ഞു. ഡൈ എന്ന് പറയുമ്പോൾ 2 ഐസോപ്രിൻ യൂണിറ്റ്സ് ആയിരുന്നു, അല്ല 2 യൂണിറ്റ്സ് ആയിരുന്നു വന്നിരുന്നത്. ഇവിടെ ഈ കേസിൽ പോളിടെർപ്പിൻ. ഇതിൻ്റെ എക്സാമ്പിൾ നമ്മുടെ റബ്ബർ ആണ്, നാച്ചുറൽ റബ്ബർ. ഹെവിയ ബ്രസീലിയൻസിസ് എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് വരുന്ന റെസിനാണ് നമ്മുടെ റബ്ബർ അല്ലെങ്കിൽ ലേറ്റക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ നമ്മുടെ
ഐസോപ്രിൻ യൂണിറ്റിന്റെ n നമ്പേഴ്സിലാണ് ഇവിടെ പോളിമറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം റബ്ബർ ഒരു പോളിമർ ആണ്, ലേറ്റക്സ് ഒരു പോളിമർ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക n നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പോളിടെർപ്പീൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ മോളിക്കുലർ വെയിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോളിടെർപ്പിൻ present in the latex of many tropical plant, especially that of rubber. Then a molecule of rubber is composed of about 500 to 5000 isoprene units joined in a long straight chain. നിങ്ങളുടെ പണ്ട് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിൽ പഠിക്കുമ്പോൾ. When the bark of rubber tree is cut, latex slowly exudes from the cut. നമുക്ക് അറിയാലോ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് റബ്ബർ പ്ലാന്റ്സ് ഉള്ളതാണ്. അപ്പോൾ റബ്ബറിന്റെ ബാർക്കിൽ ഒരു കട്ട് ഉണ്ടാക്കിയാണ് എല്ലാ ദിവസവും റബ്ബർ വെട്ടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കട്ട്സ് ഉണ്ടാക്കുമ്പോൾ എന്താ പറ്റുക, ഈ ലാറ്റക്സ് വൈറ്റ് കളർ ആയിരിക്കും. അതിലൂടെ ഇങ്ങനെ ആ കട്ടിലൂടെ ഇങ്ങനെ എക്സ്യൂഡ് ചെയ്ത് വരും. അത് കളക്ട് ചെയ്തിട്ട് നമ്മൾ അതൊരു ആസിഡ് വെച്ചിട്ട് കോയാഗുലേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ ആസിറ്റിക് ആസിഡ് എന്നാ പറഞ്ഞേക്കുക. സാധാരണ നൈട്രിക് ആസിഡിന്റെ വളരെ ചെറിയ എമൗണ്ടിലൊക്കെ ആയിരിക്കും ചേർക്കുന്നത്. അത് വെച്ചിട്ട് അത് കോയാഗുലേറ്റ് ചെയ്യും. കോയാഗുലേറ്റ് ചെയ്തിട്ട് അത് ഷീറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്ലോക്സ് ആയിട്ടോ ഉണ്ടാക്കിയെടുക്കും. അത് ഒരു റോളറിൽ വെച്ച് റോൾ ചെയ്ത് ഒന്നെങ്കിൽ അത് വെയിലത്തിട്ട് ഉണക്കും അല്ലെങ്കിൽ അത് സ്മോക്ക് ചെയ്ത് ഉണക്കും. അങ്ങനെയാണ് ഈ പറയുന്ന റബ്ബറിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് പോളിടെർപ്പീൻ എന്ന് പറയുന്നത്. പോളിടെർപ്പീൻ്റെ ഒരു എക്സാമ്പിൾ ആണ് റബ്ബർ എന്ന് പറയുന്നത്, നമ്മുടെ നാച്ചുറൽ റബ്ബർ. ഇനി അതിൽ തന്നെ വരുന്നതാണ് കരോട്ടനോയിഡ്സ് എന്ന് പറയുക. കരോട്ടനോയിഡ് എന്താണ്? നമ്മുടെ പ്ലാന്റ്സിൽ, ഫ്രൂട്ട്സിൽ, ഫ്ലവേഴ്സിലൊക്കെ കാണുന്ന പിഗ്മെന്റ്സ്, അതാണ് കരോട്ടനോയിഡ്സ് എന്ന് പറയുന്ന ആ വലിയ ഗ്രൂപ്പിലെ മെമ്പർ എന്ന് വിളിക്കുക. കരോട്ടനോയിഡ്സ് ദേ ആർ ടെട്രാ ടെർപ്പീൻസ്. ഇപ്പോൾ പോളിടെർപ്പീൻ നമ്മൾ കഴിഞ്ഞു. ഇനി ടെട്രാ ടെർപ്പീൻ്റെ കാര്യമാണ് പറഞ്ഞത്. ടെട്രാ ടെർപ്പീൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് കരോട്ടനോയിഡ് ആണ്. വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ പ്ലാന്റ് ആൻഡ് ആനിമൽ കിങ്ഡം ബട്ട് ആർ എക്സ്ക്ലൂസീവ്ലി ഓഫ് പ്ലാന്റ് ഒറിജിൻ. These occur in unsaponifiable residue of plant and animal lipid. They are isoprene derivative with high degree of unsaturation. High degree of unsaturation-ലാണ് കരോട്ടനോയിഡ്സിൽ കാണുക. എന്താണ് സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട്സ് ആണ് അൺസാച്ചുറേഷൻ എന്ന് വിളിക്കുക. അത് വളരെ കൂടിയ എമൗണ്ടിൽ, അത് ഇഷ്ടംപോലെ ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും കരോട്ടനോയിഡ്സിൽ കാണാൻ പറ്റും. Because of the presence of many conjugated double bonds, they are colored red or yellow. As an example, the pigment of tomato, അതിൽ കാണുന്നത് എന്താണ്? ലൈക്കോപ്പീൻ ആണ്. ക്യാരറ്റിൽ ആൽഫ ആൻഡ് ബീറ്റ കരോട്ടീൻ ആർ റെഡ്, ആൻഡ് വൈൽ മെനി ഓക്സിജൻ കണ്ടെയ്നിങ് കരോട്ടനോയിഡ്സ് ആർ യെല്ലോ. സാന്തോഫിൽ ആണ് അതിന് എക്സാമ്പിൾ. Since double bond permits cis-trans isomerism, numerous forms are possible. Most carotenoids, however, exist in all trans form. എല്ലാ carotenoidsലും ട്രാൻസ് ഫോമിലാണ് സാധാരണ. നേരത്തെ പറഞ്ഞു ന്യൂമറസ് ആയിട്ടുള്ള ഡബിൾ ബോൺസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡബിൾ ബോൺസ് എല്ലാം തന്നെ ട്രാൻസ് ഫോമിലായിട്ടായിരിക്കും നാച്ചുറലി ഒക്കറിങ് carotenoids കാണാൻ പറ്റുക. Presence of long hydrocarbon chain in carotenoid make them lipid soluble. They hence are also known as lipochromes or chromolipids. ലിപ്പിഡ് സോലുബിൾ ആയതുകൊണ്ട് തന്നെ എന്താണ് അവരെ ലിപ്പോക്രോംസ് അല്ലെങ്കിൽ ക്രോമോലിപ്പിഡ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ലൈക്കോപ്പീൻ നോക്കാം. ലൈക്കോപ്പീൻ എവിടെ കാണുന്നതെന്ന് പറഞ്ഞു. ടൊമാറ്റോയിലാണ് ലൈക്കോപ്പീൻ കാണുന്നത്. അതിൻ്റെ ഫോമുല ഇവിടെ തന്നിട്ടുണ്ട്. C40H56. മെയിൻ പിഗ്മെന്റ് ഓഫ് ടൊമാറ്റോ, പാപ്രിക്ക ആൻഡ് മെനി അതർ ഫ്രൂട്ട്. പാപ്രിക്ക എന്ന് പറയുന്നത് എന്താണ്? റെഡ് ചില്ലീൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ ചില്ലി അല്ല, പാപ്രിക്ക എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുമല്ലോ, അതിൻ്റെ പൗഡറൊക്കെ വാങ്ങാൻ കിട്ടും. So red paprika and many other fruits. It's a highly unsaturated, unbranched, long chain hydrocarbon, a polyene. അതായത് ഇഷ്ടമാതിരി ഡബിൾ ബോണ്ട് വരുന്നതുകൊണ്ടാണ് പോളിയീൻ എന്ന് പറയുന്നത്. നേരത്തെ ഡൈൻ എന്ന് പറഞ്ഞല്ലോ, 2 ഡബിൾ ബോൺസ് വന്നപ്പോൾ ഡൈൻ എന്ന് പറഞ്ഞു. പോളിയീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇഷ്ടമാതിരി ഡബിൾ ബോൺസ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആൻഡ് ഇസ് കമ്പോസ്ഡ് ഓഫ് 2 identical units, C20H28. മൊത്തമുള്ള ഫോമുല C40H56 ആയിരുന്നു. അപ്പോൾ 2 ഹാഫ്സ് C20H28 വരുന്ന 2 ഹാഫ്സ് ജോയിൻ ചെയ്തിട്ടാണ്, ഒരു ഡബിൾ ബോണ്ട് വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യാം? ഈ പറയുന്ന ലൈക്കോപ്പിൻ എന്ന് പറയുന്ന കരോട്ടനോയിഡ് ഫോം ചെയ്യുന്നത്. ഈച്ച് ഓഫ് ദീസ് യൂണിറ്റ്സ് മേ ഇൻ ടേൺ ബി കൺസിഡർഡ് ടു ഹാവ് ബീൻ ഡിറൈവ്ഡ് ഫ്രം 4 isoprene units. A molecule of lycopene in all contains as many as 13 double bonds, of which 11 are conjugated. Okay,
അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്ട്രക്ചർ ഒന്നും പഠിച്ചില്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുക. അടുത്തത് കെരോട്ടിൻ. കെരോട്ടിൻ എവിടെ കാണുന്നതെന്ന് പറഞ്ഞേ, ക്യാരറ്റിൽ കാണുന്നതാണെന്ന് പറഞ്ഞു. ലൈക്കോപ്പീൻ പോലെ തന്നെയാണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല. ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് വാക്കൻ റോഡർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ക്യാരറ്റിൽ നിന്നാണ് അത് ഐസൊലേറ്റ് ചെയ്തത്. which was later modified to be carotene. ആദ്യത്തെ നെയിം കെരോട്ടിൻ എന്നായിരുന്നു. Then it was modified into carotene. 3 types of carotene ഉണ്ട്. ഒന്ന് ആൽഫ കെരോട്ടിൻ. അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുക. അത് വയലന്റ് ക്രിസ്റ്റൽ ആണ്. മോളിക്കുലർ മെൽറ്റിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ദെൻ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ഇനി ബാക്കിയുള്ള രണ്ടുപേരും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ദാറ്റ് ഇസ് ബീറ്റ കെരോട്ടിൻ ആൻഡ് ഗാമ കെരോട്ടിൻ. ബീറ്റ കെരോട്ടിൻ എന്ന് പറയുന്ന റെഡ് ക്രിസ്റ്റൽസ് ആണ്. ഗാമ കെരോട്ടിൻ എന്ന് പറയുന്നത് ഡാർക്ക് റെഡ് ക്രിസ്റ്റൽസ് ആണ്. രണ്ടിൻ്റെയും മെൽറ്റിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നേരത്തെ പറഞ്ഞ പോലെ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ആദ്യത്തെ ഒരെണ്ണം മാത്രമേ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളൂ. അതും ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ഇനി ഈ പ്രിഫിക്സസ് ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് സ്ട്രക്ചർ പ്രോപ്പർട്ടി അതിൻ്റെ ബേസിസിലല്ല കൊടുത്തിരിക്കുന്നത്. കാരണം it is a result of observation of their elution pattern in CaCO3 chromatographic column eluted with petroleum ether. നമ്മൾ ക്രോമറ്റോഗ്രാഫിയിൽ എല്യൂഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ എല്യൂഷൻ്റെ ഓർഡർ അനുസരിച്ചാണ് ഇവരെ തരം തിരിച്ചിരിക്കുന്നത്. എന്താ എല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുക, ആദ്യം ഒരു മിക്സ്ചർ ഓഫ് കോമ്പൗണ്ടിനെ നമ്മൾ സെപ്പറേഷൻ ടെക്നിക്ക് ആണല്ലോ ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് റൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യമേ സെപ്പറേറ്റഡ് ആവുന്നതിനെയാണ് എന്ത് വിളിച്ചത്, ആൽഫ എന്ന് വിളിച്ചത്. രണ്ടാമത് സെപ്പറേറ്റ് ആയത് ബീറ്റ, മൂന്നാമത് സെപ്പറേറ്റ് ആയതാണ് ഗാമ. അപ്പോൾ ആ സെപ്പറേഷൻ്റെ ഓർഡറിലാണ് ഇവരെ എന്ത് ചെയ്തിരിക്കുക, നെയിം ചെയ്തിരിക്കുന്നത്. ഇനി കൊമേഴ്ഷ്യലി കെരോട്ടീനെ കിട്ടുന്നത് ക്രോമറ്റോഗ്രഫി വഴിയാണ്. 2 best sources are carrots and alfalfa. Alfalfa എന്ന് പറയുന്നത് ഗ്രാസ് ആണ്. Their relative proportion however varies with source. For example, carrot contain 50% alpha, 85% beta and 0.1% gamma form. These are unstable to air, heat, acid and alkali. Okay. Then ends of lycopene chain can easily close up to form ring with the disappearance of the double bond. Ring closure on only one end result in the production of gamma carotene, while closure of the ring at the both end produces beta and alpha carotene, which differ from each other in the position of double bond in the ring. അപ്പോൾ റിംഗ് ക്ലോഷറും റിംഗ് ഓപ്പണിങ്ങും വഴി ലൈക്കോപ്പീനിൽ നിന്ന് എന്ത് ഫോം ചെയ്യാറുണ്ട്, കാരോട്ടീൻസ് ഫോം ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് പറ്റും. റിംഗ് is structurally related to ionines. In beta carotene, both annular double bond are in conjugation with the system of double bond of the long chain. In alpha carotene, one of the annular double bond is removed from the system of conjugation by one position of particular interest is beta carotene, which is precursor of vitamin A. അപ്പോൾ ബീറ്റ കെരോട്ടിൻ നമ്മൾ ക്യാരറ്റ്സ് നിന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് മാറ്റിയിട്ടാണ് അതിൻ്റെ കെമിക്കൽ ചേഞ്ചസ് വന്നിട്ടാണ് വൈറ്റമിൻ എ ഫോം ചെയ്യുന്നത്. വൈറ്റമിൻ എ നമുക്കറിയാം നമ്മുടെ വിഷ്വൽ ട്രാൻസ്ഡക്ഷൻ പാത്ത്, അതായത് വിഷൻ്റെ സമയത്ത് നമ്മുടെ റെറ്റിനയിൽ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസിന് നമുക്ക് വൈറ്റമിൻ എ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റ്സ് കാഴ്ചയ്ക്ക് നല്ലതാണെന്ന്, കാഴ്ച എൻഹാൻസ് ചെയ്യാൻ നല്ലതാണെന്ന് എപ്പോഴും പറയാറുള്ളത്. ഇനി സാന്തോഫിൽ എവിടെ കാണുന്നത്, അതിൻ്റെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പിഗ്മെൻറ്റ്സ് അതിലെല്ലാം സാന്തോഫിൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ സാന്തോഫിൽ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇൻ ദ അയണോൺ റിംഗ്സ് ഓഫ് കെരോട്ടിൻ ഇൻ ദ പാരാ പൊസിഷൻ ടു ദ ലോങ് ചെയിൻ. സാന്തോഫിൽ ഓഫ് ദ ലീഫ് lutein is derived from alpha carotene, while that of corn zeaxanthin from beta carotene. The xanthophyll of crustaceans, ഈ സൂസാന്തല്ല എന്ന് കേട്ടിട്ടില്ലേ, നമ്മുടെ കോറലിന് കളർ കൊടുക്കുന്നത് സൂസാന്തല്ലയാണ്. അവരൊരു ക്രസ്റ്റേഷ്യൻ ആണ്. അപ്പം അതിൽ കാണുന്ന ആസ്റ്റാക്സാന്തീൻ is however more rich in oxygen. Astaxanthin is responsible for appetizing redness of boiled lobsters. അപ്പം ലോബ്സ്റ്റേഴ്സിൽ അതുപോലെ തന്നെ സൂസാന്തലയിലൊക്കെ കാണുന്ന സാന്തോഫിൽ എന്ന് പറയുന്നത് ഇതാണ്, ഈ പറയുന്ന കോമ്പൗണ്ടാണ്. സിയാസാന്തീൻ കോണിലുള്ളത്, അതുപോലെ ആസ്റ്റാസാന്തീൻ ആണ് ലോബ്സ്റ്റേഴ്സിലും ഈ പറഞ്ഞ ക്രസ്റ്റേഷ്യൻസിലും ധാരാളമായിട്ട് കാണുന്നത്. അവരിൽ ആ റെഡ് കളർ കൊടുക്കുന്നത് ഈ പറയുന്ന സാന്തോഫിലാണ്. അപ്പം ഇത്രേ ഉള്ളൂ ടെർപീൻസിനെ കുറിച്ചിട്ട്.
ടെർപ്പീൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ടെർപ്പീൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോണോ, ഡൈ, സെസ്ക്വി, ട്രൈ, ടെട്ര ആൻഡ് പോളി. അപ്പോൾ ഓരോന്നിലും വന്ന എക്സാമ്പിൾ എന്താണെന്നും ഐസോപ്രിൻ യൂണിറ്റിന്റെ സ്ട്രക്ചർ പഠിച്ചിരിക്കുക. ഐസോപ്രിൻ റൂള് അതുപോലെ സ്പെഷ്യൽ ഐസോപ്രിൻ റൂളും നോക്കി വെക്കുക. ബാക്കി എല്ലാ ഗ്രൂപ്പിന്റെയും എക്സാമ്പിളും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കുറച്ച് ചെറിയ ബ്രീഫായിട്ട് എന്തെങ്കിലും കൂടെ പഠിച്ചു വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ടെർപ്പീൻസിനെ കുറിച്ചിട്ട്. ടെർപ്പീൻസും ഒരു ഡിറൈവ്ഡ് ലിപ്പിഡിന് എക്സാമ്പിൾ ആണ്.